അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമളാൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങൾ കഴുകിക്കളയാൻ ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം ലഭിച്ചിട്ടും ഫലപ്രദമായി ഈ മാസത്തെ ഉപയോഗപ്പെടുത്താത്തവൻ എത്ര വലിയ ദൗർഭാഗ്യവാനാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറയുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് പ്രവാചകനോട് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ എന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: റഗിമ അൻഫു അബദൻ ദഖല അലൈഹി റമദാൻ ഫലം യുഗ്ഫർ ലഹു. ഒരാൾക്ക് വിശുദ്ധ റമളാൻ ലഭിച്ചിട്ടും അയാളുടെ പാപങ്ങൾ അയാൾക്ക് കഴുകിക്കളയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ നശിക്കട്ടെ. ഈ പ്രാർത്ഥനക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ മലക്കുകളിൽ ഉന്നതനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്താൽ ആ വ്യക്തിയുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. സഹോദരങ്ങളെ, പവിത്രമായ മഹനീയമായ ഒരുപാട് പകലുകളും രാവുകളും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഈ അവസാന ഭാഗം നമ്മൾ എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആവേശം കാണിച്ച ഈ അവസാന സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുന്നുണ്ടോ? സ്വയം പരിശോധിക്കുക. ഈ ദിവസങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു റമളാൻ കൊണ്ട് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.